കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതി പീഡനത്തിനിരയായതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് യുവതിയും കുടുംബവും പരാതി നൽകി. തിരുവനന്തപുരത്ത് DME ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത്. കുറ്റക്കാർക്കെതിരെയും വീഴ്ച വരുത്തിയ ആശുപത്രി അധികൃതർക്കെതിരെയും നടപടിയെടുക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംഭവം പുറത്തുവന്നിട്ടും മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. ഈ മാസം 6-ാം തീയതിയായിരുന്നു നടന്നത്. ഞങ്ങൾ കൊണ്ടോട്ടി വെച്ചിട്ട് ഞങ്ങളെ വാടക വീട്ടിൽ വെച്ച് ഞാൻ തലകറങ്ങി വീഴുകയും ചെയ്തിട്ട് അവിടെ കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ എനിക്ക് ബോധമില്ലാത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അവിടെ ചെന്ന് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ബോധം വന്ന് എൻ്റെ ഏട്ടൻ ബ്ലഡ് എടുത്ത് കൊടുക്കാൻ പോയ സമയത്തിന് ഒരാൾ ട്രോളി തള്ളിക്കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആളെന്താ ഞാൻ വൊമിറ്റ് ചെയ്യണത് കണ്ടിട്ട് ആളെൻ്റെ മുതു ഇങ്ങനെ തടവി തന്നിട്ട് എൻ്റെ പെട്ടെന്ന് ഈ ഭാഗത്തോട്ട് പിടിച്ചിട്ട് ആൾ എനിക്ക് ബോധപ്പാടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആളിങ്ങനെ വന്നിട്ട് പേൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ ആളുടെ കോളറിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് അടിച്ചിട്ട് ഞാൻ ബഹളം വെച്ചു. ഒരു സ്ത്രീകൾ പോലും എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. ഒരു ക്യാമറ പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സാക്ഷിമൊഴി ഇല്ല എന്ന് പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു സാക്ഷിമൊഴിയായിട്ട് ആർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന്. കോടതി വരുമ്പോൾ കേസ് തള്ളിപ്പോകും. ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, ഇത് കേസായിട്ട് മുമ്പോട്ട് തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞു. പരാതിയിൽ പറഞ്ഞത് അവിടെ വെച്ച് എനിക്ക് നേരത്തെ ചികിത്സ തന്നിട്ടില്ല. അതിപ്പോൾ ഈ കേസ് മാറ്റി പറിക്കാൻ വേണ്ടി അവർ പല തവണ എൻ്റെ അടുത്ത് പല ഡോക്ടർമാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നെ 11-ാം തീയതി ഡിസ്ചാർജ് ആക്കിയതായിരുന്നു. അതിനുശേഷം ഇന്നലെ അവർ വിടുന്നത്. അവർ ആദ്യം പറഞ്ഞു ഗൈനക്കോളജിന് ഒരു ചെക്കപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് നേരെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ അവിടുത്തെ യൂണിറ്റ് ചീഫ് പറഞ്ഞു വിടണ്ട, കേസുണ്ട് അതുകൊണ്ട് വിടണ്ട. അപ്പോൾ അവിടെ ഏതോ ഡോക്ടർ പറഞ്ഞ ഹസ്ബൻഡ് കേട്ടു ഒരാൾ ജയിലിൽ കിടക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് വിടാൻ പറ്റത്തില്ല എന്ന്. പിന്നെ മെഡിക്കൽ കോളേജിൽ ICU പീഡനങ്ങൾ അങ്ങനെ പലതും നടന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ DMEയോടും മന്ത്രിയോടും ഒക്കെ പ്രത്യേകം പറഞ്ഞതാണ് ഇവിടെ സുരക്ഷാ ജീവനക്കാരെ അധികരിപ്പിക്കണം. പിന്നെ ഈ CCTVകൾ എല്ലാ ഭാഗത്തും വെക്കണം. ഈ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. പക്ഷേ അത്തരം നിർദ്ദേശങ്ങൾ മന്ത്രിയോ DMEയോ നൽകിയ ഒരു നിർദ്ദേശം പോലും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഉദാഹരണമാണിത്. കാരണം സ്ത്രീകൾ കൂടുതലുള്ള ഭാഗത്ത് സ്ത്രീ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് അന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. ആ ചർച്ച അംഗീകരിച്ചുകൊണ്ട് ഇവിടുന്ന് DME അവിടുന്ന് ഓർഡറും കൊടുത്തതാണ്. പക്ഷെ അതൊന്നും മെഡിക്കൽ കോളേജ് നടപ്പിലാകുന്നില്ല. അതാണ് ഇതിനൊക്കെ പ്രശ്നം.